ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു അമൃതം കേക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ കേക്ക് നമ്മൾ ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെ തന്നെ മിക്സിയുടെ ജാറിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അടികട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോസ് പാനോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ അമൃതം പൊടിയായിട്ട് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ കേക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കും. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് അമൃതം പൊടി കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് പൊടി ഇതിൽ യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങളപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കാം. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അമൃതം പൊടി എടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ് കപ്പ് ആണെങ്കിൽ 1 കപ്പ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാട് ആവരുത്, ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/4 ഗ്ലാസ് ചോക്ലേറ്റ് പൗഡർ എന്ന് വെച്ചാൽ കൊക്കോ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൊക്കോ പൗഡർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 4 മുട്ട വേണം. ഞാൻ 4 മുട്ടയുടെയും മഞ്ഞയും വെള്ളയും ഇവിടെ സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുട്ടയുടെ ഒരു ചെറിയ ഹോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം മാത്രം ആദ്യം സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മാറി കിട്ടും. അടുത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിലേക്ക് മുട്ടയുടെ വെള്ളം ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം മുട്ടയുടെ മഞ്ഞ ഓരോന്നായിട്ട് ചേർത്തിട്ട് അടിച്ചെടുക്കുക. ഒരെണ്ണം ചേർത്തിട്ട് അടിച്ചെടുക്കുക, അതിനുശേഷം ഒരെണ്ണം ചേർക്കുക, അങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക നമുക്ക്. അപ്പോൾ ഈ അടിച്ചെടുത്ത മിക്സ് ഞാനൊരു വലിയ ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് അമൃതം പൊടിയുടെ മിക്സ് 2 ഭാഗമായിട്ടാണ് ഞാൻ ഇതിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ അരിച്ച് ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ ബാക്കിയിരിക്കുന്ന പൊടിയും കൂടെ അതുപോലെ തന്നെ നമുക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുക്കിംഗ് ടൈം വളരെ കുറച്ച് മതി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഒരു ലെവൽ വരെ നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സോസ് പാൻ എടുക്കാം. ഞാൻ ഇവിടെ സോസ് പാനാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചൂട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇതിൽ നന്നായിട്ട് ഞാൻ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ബട്ടർ പേപ്പറും കൂടെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് ഇതിൽ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ കുക്ക് ചെയ്യണമെന്ന് നോക്കാം. ഞാനൊരു പഴയ പാൻ ആദ്യം വെച്ചിട്ടുണ്ട്. ആ പഴയ പാനിൻ്റെ മുകളിലാണ് ഞാൻ ഈ ബാറ്റർ ഒഴിച്ചേക്കണ പാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു മൂടിയും വെച്ചിട്ടുണ്ട്. സാധാ ഒരു മൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മൂടിയിൽ നിന്ന് നമ്മുടെ ആവിയൊക്കെ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെയിറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വയ്ക്കാൻ പോകുന്നത് നമ്മൾ ഈ ഇടിക്കല്ലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഉള്ളിയൊക്കെ ചതക്കുന്ന ആ ഇടിക്കല്ലിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പഴയ സോസ് പാൻ ഉണ്ടെങ്കിൽ ഏറ്റവും അടിയിൽ വെച്ച് കൊടുക്കാം. ഞാനിവിടെ പഴയത് ഒന്നും അല്ല, ഞാൻ ഉപയോഗിക്കുന്നത് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് അത് നമുക്ക് മാറ്റണം. ലോ ഫ്ലെയിമിൽ ഒരു 40-50 മിനിറ്റ് വരെ നമുക്കിത് കുക്കായി കിട്ടണം. ബട്ടറൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒരു 25 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഞാൻ ഇത് വിടിയിച്ചെടുക്കുന്നത്. ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. തണുത്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. അന്നേരം പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് നമ്മൾ കത്തിയും കൊണ്ടൊന്നും വിടിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ശരിക്കും ഒരു കേക്കിൻ്റെ പെർഫെക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ആവശ്യമില്ല. മിക്സർ ജാറിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള അമൃതം ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ വീണ്ടും വരാം ഇതുപോലുള്ള റെസിപ്പീസായിട്ട്. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.